ഹലോ എവരിവൺ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഈ കഴിഞ്ഞ 2025 കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരാൻ പോകുന്ന 2026 വരാൻ പോകുന്ന NTPC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാം ഡേറ്റ് വന്നു. 13 മാർച്ചിന് സ്റ്റാർട്ട് ചെയ്യും. 27 മാർച്ച് വരെയാണ് എക്സാം എന്ന് പറയുന്നത്. എക്സാം ഡേറ്റ് ആണ്. NTPC അണ്ടർ ഗ്രാജുവേറ്റ് ഏപ്രിൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി മെയിൽ ഉണ്ടായിരിക്കും. സോ ഈ എക്സാമുകൾക്കെല്ലാം ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദിസ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് x plus 1 divided by x is equal to 33, then x square plus 1 divided by x square. ഇത് നമ്മൾ ഒരുപാട് ഫോർമാറ്റുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ. നമുക്കറിയാം ഈ ഡിനോമിനേറ്ററിലെ എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലെ ഓരോ ടേമിനും ബാധകമാണ് അല്ലേ. സോ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 1 ആയിരിക്കും. സോ 1 പ്ലസ് പിന്നെ വരുന്നത് എന്താ, 1 ബൈ എക്സ് ആണ് വരുന്നത്. ഈ 1നും ബാധകമാണല്ലോ. സോ 1 പ്ലസ് 1 ബൈ എക്സ് എന്ന് പറയുന്നതാണ് ഈ എക്സ്പ്രഷൻ. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, 33 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വണ്ണിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്തായി മാറി, 32 മാറി. സോ 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്തായി മാറി, 32 ആണെന്ന് നമുക്ക് വിളിക്കാം. സോ 32 ഈസ് വാട്ട്, 1 ബൈ എക്സ്. ക്ലിയർ ആണല്ലോ. 32 ആണ് 1 ബൈ എക്സ്. ചോദിച്ചിരിക്കുന്നത് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ കൊണ്ട് എക്സ് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 വരും. 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. 1ന്റെ സ്ക്വയറും എക്സിന്റെ സ്ക്വയറും ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 1 പ്ലസ് 1 ബൈ എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 32 ആണ്. 32ന്റെ സ്ക്വയർ ആയിരിക്കും 1 ബൈ എക്സ് സ്ക്വയർ. നമുക്കറിയാം 32ന്റെ സ്ക്വയർ 1024, അല്ലെങ്കിൽ ഇത് 2 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് വരിക. അതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്ന ആൻസർ ആണ്. നമുക്കറിയാം 1024 പ്ലസ് 1 1025. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. അടുത്തൊരു ടൈപ്പാണ് ഇതെന്ന് പറയുന്നത്. ഓൾജിബ്രയിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസിന്റെ എല്ലാം PDF ഞാൻ മാത്സ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻസ് എല്ലാം വായിച്ചു പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ഇക്വേഷൻസ് അറിയുന്നവരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ എന്താ പറയുന്നത്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ബി യേക്കാൾ വലുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ശ്രദ്ധിക്കുക, നമുക്കറിയാവുന്ന എക്സ്പ്രഷൻ ആണ് എന്തെന്ന് പറയുന്നത്, എ മൈനസ് ബി ഹോൾ സ്ക്വയർ അറിയാം നമുക്ക്. അതുപോലെ തന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം. ഓക്കെ ആണല്ലോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അതുപോലെ തന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. ഈ ഇക്വേഷൻസ് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ ചോദ്യം എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആണ്. നമുക്കറിയാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇതിന്റെ രണ്ടിന്റെയും റൂട്ട് എടുത്താലോ. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് വരും. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് ഈ സ്ക്വയറിനെ ഒഴിവാക്കുക. അതിനർത്ഥം എന്താണ്, റൂട്ട് എടുത്തു, ഡിവൈഡ് ചെയ്തു. അതിനർത്ഥം എന്താണ്, ഇവിടെയും റൂട്ട് എടുക്കണം. ഇതിന്റെ എന്താണ്, ഇതിന്റെ ഡിവിഷൻ ആണ് വരുന്നത് അല്ലേ. ഇതിന്റെ ഡിവിഷൻ ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മൾ കുറച്ചൊന്ന് താഴത്തേക്ക് മാറ്റി എഴുതുന്നുണ്ട്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ കുറച്ചൊന്ന് താഴേക്ക് മാറ്റി എഴുതാം. സോ എന്ത് വരും, ഇതിനും റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും റൂട്ടായിരിക്കും ഇതിന്റെ ഡിവിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ എന്ത് ചെയ്യണം, നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കാണണം. നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അറിയാം, എ ബി അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പറയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 168 ആണ്. 168 മൈനസ് റൂട്ടിൻ്റെ ഉള്ളിലാണ് മൈനസ് 2ab എന്ന് പറയുമ്പോൾ 27 ആണ്. 2ab എന്ന് പറയുമ്പോൾ 54 വരും. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 168 ആണ്. പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 54 വരും. ഓക്കെ അല്ലേ. സോ എന്തായാലും റൂട്ടിന്റെ ഉള്ളിലായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡിയുമല്ല, ഓപ്ഷൻ സിയുമല്ല, റൂട്ടിന്റെ ഉള്ളിലായിരിക്കും ആൻസർ. എന്താ വരുന്നത്, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും.
ഇവിടെ എന്താണ് വരുന്നത്? ഓക്കെ, 168 മൈനസ് 54 എന്ന് പറയുമ്പോൾ എത്രയാണ്? നമുക്കറിയാം 168ഉം 54ഉം കൂടെ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? നമുക്ക് 14, 117 വരും. 117 ആണ് വരുന്നത് ന്യൂമറേറ്ററിൽ, റൂട്ടിൻ്റെ ഉള്ളിലാണ് 117 വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് 117 ആണ്. 117 ആണെങ്കിൽ 117ന്റെ ഒരു ഫാക്ടർ ആയിരിക്കും റൂട്ടിൻ്റെ ഉള്ളിൽ വരിക. കാരണം ഇവിടെ ഡിനോമിനേറ്റർ ഉള്ളതുമായിട്ട് വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്താ വരുന്നത്? 117 ഡിവൈഡഡ് ബൈ 114 അല്ലെ, 114 ഡിവൈഡഡ് ബൈ എന്ത് വരും? നമുക്ക് ഇവിടെ 16ഉം 5ഉം ആണെങ്കിൽ 210, 222 വരും, 222 വരും അല്ലേ. സോ എന്തായിരിക്കും? ഇവിടെ വെട്ടിപ്പോയിട്ട് 57 വരും. 57 ഡിവൈഡഡ് ബൈ 111 എന്നുള്ള റൈറ്റ് ആൻസർ ആണ് വരിക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഇത്രയും സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 114 കിട്ടിയ ഉടനെ 114ന്റെ ഫാക്ടർ ആയിട്ടുള്ള 57 വരുന്ന ഒരേ ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ എ. കാരണം എന്തായാലും ഈ 114നെ വെട്ടിച്ചെറുതാക്കുമെന്ന് അറിയാം. അപ്പോൾ 57 കിട്ടുമെന്ന് മനസ്സിലാക്കണം. സോ 114ന്റെ ഫാക്ടർ 57 വരുന്ന ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും ശരി ഉത്തരം. ഇമ്പോർട്ടൻ്റ് ആണ്. NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിന് 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കാം. ദിസ് ഇസ് നെക്സ്റ്റ് വൺ. x² + y² ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം x² + y². ഇവിടെ കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഒരു a+b ഫോർമാറ്റിലും ഇത് a-b ഫോർമാറ്റിലുമാണ്. എക്സിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. സോ x² + y² എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കുക ഇതെന്താണ്? x + y ഹോൾ² നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് എന്ത്? x² + y² + 2xy എന്ന് പറയുന്നത് അല്ലേ. അതിലെ x² + y² എന്ന് പറയുന്ന ഈ ടേം മാത്രം കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ 2xyനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും? x + y ഹോൾ സ്ക്വയർ മൈനസ് 2xy ആണ് എന്തെന്ന് പറയുന്നത്? x² + y² എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യണം? x + y ഹോൾ സ്ക്വയർ കാണണം. എക്സ് എന്ന് പറയുന്നത് ഇതാണ്, വൈ എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 7 + √5ഉം 7 - √5ഉം ആഡ് ചെയ്താൽ -√5ഉം +√5ഉം വെട്ടിപ്പോയിട്ട് എന്ത് വരും? 7 + 7 14 വരും. അതാണ് എന്തെന്ന് പറയുന്നത്? x + y എന്ന് പറയുന്നത്. സോ 14² അല്ലേ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതാണ്, ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത് ഇതുവഴിയാണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഇവിടേക്ക് എഴുതാം. ഓക്കെ, മനസ്സിലാക്കുക കേട്ടോ. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടേക്ക് എഴുതി. അപ്പോൾ x + y ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 14 ആണ്, 14ന്റെ സ്ക്വയർ ആണ്, മൈനസ് 2xy 2 × എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് എന്ന് പറയുന്നത് 7 + √5ഉം വൈ എന്ന് പറയുന്നത് 7 - √5ഉം. a + b × a - b എന്താണ്? a² - b². a² എന്ന് പറയുമ്പോൾ എത്രയാണ്? a² എന്ന് പറയുമ്പോൾ 7² ആണ്. അതായത് x + y × x - y എന്താ? അല്ലെങ്കിൽ a + b × a - b എന്താ വരുന്നത്? നമുക്കറിയാം എന്താണ്? 7² - √5² ആണ് വരുന്നത് അല്ലേ. സോ 7² എന്ന് പറയുമ്പോൾ 49 - 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 44 വരും. ക്ലിയർ ആണല്ലോ. സോ 2 × xy എന്ന് പറയുമ്പോൾ 44. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് 14ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 196 മൈനസ് 88. 196 - 88 എന്ന് പറയുമ്പോൾ 108 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ, ഈസി. ഈ മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ്, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ. ആൽഫ ബീറ്റ ഗാമ ആർ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് വൺ. ഇതെന്താ സംഭവം? നമ്മൾ കണ്ടുപരിചയം പോലും ഇല്ലാത്തൊരു സംഭവമാണ്. മനസ്സിലാക്കുക, സിഗ്മ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ എന്ന് പറയുന്നതാണ്. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് അല്ല, ഇവിടെ ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ്. കാരണം പവർ 3 ആയതുകൊണ്ട്, ഏറ്റവും വലിയ പവർ എക്സിന്റെ 3 ആയതുകൊണ്ട് ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. 3 ആണ് എക്സിന്റെ പവർ എങ്കിൽ മനസ്സിലാക്കുക അതിന് 3 റൂട്ടുകൾ ഉണ്ടായിരിക്കും. അതായത് എക്സിന്റെ ഹയസ്റ്റ് പവർ 3 ആണെങ്കിൽ അതിന് 3 റൂട്ടുകൾ ഉണ്ട്. ആൽഫ എന്ന് പറയുന്ന റൂട്ട്, ബീറ്റ എന്ന് പറയുന്ന റൂട്ട്, ഗാമ എന്ന് പറയുന്ന റൂട്ട്. അതായത് 3 വാല്യൂസ് എക്സിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് റൂട്ട് എന്ന് പറയുന്നത്. സോ ഇതെന്താ? സിഗ്മ ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൽഫ സ്ക്വയർ ബീറ്റ ഗാമ പ്ലസ് ബീറ്റ സ്ക്വയർ ഗാമ ആൽഫ പ്ലസ് ഗാമ സ്ക്വയർ
ആൽഫ ബീറ്റ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എന്താണ് സ്ക്വയർ എന്ന് പറയുന്നത് സൈക്ലിക് ആയിട്ട് എല്ലാ റൂട്ടിന്റെയും സ്ക്വയർ ആഡ് ചെയ്യുന്ന രീതിയിൽ വരും. അതായത് സൈക്ലിക് ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കും. ആൽഫ സ്ക്വയറിന് ഇവിടെ ആൽഫയ്ക്കാണ് സ്ക്വയർ, ഇവിടെ ബീറ്റയ്ക്കാണ് സ്ക്വയർ, ഇവിടെ ഗാമയ്ക്കാണ് സ്ക്വയർ, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സൈക്ലിക് ഓർഡറിലെ സ്ക്വയർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിന് മൂന്നിലും ഏതാണ് കോമൺ ആയിട്ടുള്ളത്? കോമൺ ആയിട്ടുള്ളത് ആൽഫ ബീറ്റ ഗാമയാണ് കോമൺ ആയിട്ടുള്ളത്. ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ വരും. ക്ലിയർ ആണല്ലോ? മനസ്സിലാക്കി വെക്കുക. ഒരു ക്യൂബിക് ഇക്വേഷന്റെ റൂട്ടുകൾ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമയാണെങ്കിൽ ആ റൂട്ടുകളുടെ പ്രൊഡക്റ്റ് ആണ് ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് ഇൻറ്റു സം ഓഫ് റൂട്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു ക്യൂബിക് ഇക്വേഷൻ ശ്രദ്ധിച്ചോ. ഒരു ക്യൂബിക് ഇക്വേഷൻ ഇതാണെന്ന് വിചാരിക്കുക. എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് പറയുന്നതാണ് ക്യൂബിക് ഇക്വേഷൻ എങ്കിൽ അതിന്റെ റൂട്ടുകൾ എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ കേട്ടോ. റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമയാണെങ്കിൽ ആ റൂട്ടുകളുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ബി ബൈ എ ആയിരിക്കും. മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി എന്ന് പറയുന്നത്. ആ ബിയുടെ മൈനസ് എടുക്കണം. അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിന്റെ ഓപ്പോസിറ്റ് സൈൻ പ്ലസ് കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ എല്ലാ റൂട്ടുകളെയും രണ്ട് റൂട്ടുകളെ പരസ്പരം പെയർ ആക്കിക്കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം എടുത്തു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ എന്ന് പറയുന്നത് സി ബൈ എ ആയിരിക്കും. എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ്. ക്ലിയർ ആണല്ലോ? മൂന്ന് റൂട്ടുകളും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വേണം? മൈനസ് ഡി ബൈ എ ആയിരിക്കണം. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇല്ലാത്തത് അല്ലെങ്കിൽ എക്സ് ഇല്ലാത്ത വാല്യൂ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ, അതിന്റെ നെഗറ്റീവ് സൈൻ എടുക്കുക, ഡിവൈഡഡ് ബൈ എ. ഓക്കെ അല്ലേ? അതായത് ഇവിടെ പ്ലസ് ഡി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇക്വേഷനിൽ തന്നിട്ടുള്ളത് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, ഡിവൈഡഡ് ബൈ എ. അതാണ് മൈനസ് ഡി ബൈ എ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഇക്വേഷനിൽ തന്നിട്ടുള്ള ബിയുടെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, ഡിവൈഡഡ് ബൈ എ. ഇവിടെ പ്ലസ് ബി ആയതുകൊണ്ട് മൈനസ് ബി ബൈ എ എന്ന് വന്നു. അപ്പൊ മൈനസ് ബി ആണെങ്കിൽ എന്ത് വരും? ബി ബൈ എന്ന് വരും. സോ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് ഈ മൂന്ന് റിസൾട്ടുകൾ ഓർത്ത് വെക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുമ്പോൾ മൈനസ് ഡി ബൈ എ. ഡി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. മൈനസ് ഡി ബൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ -1 ആണ് ഓൾറെഡി ഉള്ളത്. അതുകൊണ്ട് എന്ത് വരും? മൈനസ് ഓഫ് -1 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 6 ആണ്. സോ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു, അതായത് മൈനസ് ഓഫ് -1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 ആയിരിക്കും. നമുക്കറിയാം 1 ആയിരിക്കും ഇത് വരിക. 1/6 ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. അതെന്താ വരിക? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. ബി എന്ന് പറയുന്നത് എന്താ? 11 ആണ്. മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൈനസ് ഓഫ് -11, അതായത് എന്ത് വരും? 11 ഡിവൈഡഡ് ബൈ എ എത്രയാണ്? എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ്. സോ ദ ആൻസർ ഇസ് വാട്ട്? 11/36 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ, ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കണം കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ, given cubic equation, find the sum of product of roots taken 2 at a time. Sum of product of roots taken 2 at a time. നമുക്കറിയാം ക്യൂബിക് ഇക്വേഷന് എന്തുണ്ട്? ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന 3 റൂട്ടുകളുണ്ട്. രണ്ടെണ്ണത്തിന്റെ പ്രൊഡക്റ്റ് അറ്റ് എ ടൈം ആഡ് ചെയ്യണം. അതായത് ആൽഫയും ബീറ്റയും മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ബീറ്റയും ഗാമയും മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ആൽഫയും ഗാമയും മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് 2 at a time. രണ്ടെണ്ണം അറ്റ് എ ടൈമിൽ എടുത്തിട്ടുള്ള പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ വരിക? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം മൈനസ് എന്താണ്? ആൽഫ ബീറ്റ, ബീറ്റ ഗാമ, ഗാമ ആൽഫ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സി ബൈ എ ആണെന്ന് അറിയാം നമുക്ക് അല്ലേ? സി ബൈ എ. സോ സി ബൈ എ. സി എന്ന് പറയുമ്പോൾ എന്താ? എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ്. സി എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയും. എ എന്ന് പറയുമ്പോൾ എന്താ? എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ ദാറ്റ് മീൻസ് 4 തന്നെയായിരിക്കും ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാജുവേറ്റ് ലെവലിന് ഈ കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഈ വരാൻ പോകുന്ന NTPCക്ക് ചോദിക്കുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ക്ലിയർ. ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്യൂബിക് അല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ.
പവർ 2 ആയിട്ടുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പവർ 3 ആണെങ്കിൽ അത് ക്യൂബിക് ഇക്വേഷൻ. ഓക്കെ, ഈ രണ്ട് ക്യൂബിക് ഇക്വേഷനും ഹാവ് ബോത്ത് റൂട്ട്സ് കോമൺ, രണ്ട് റൂട്ടുകളും കോമൺ ആണ്. അതായത് ഞാൻ പറഞ്ഞു എക്സിന്റെ പവർ എത്രയാണോ, എക്സിന്റെ ഹയസ്റ്റ് പവർ എത്രയാണോ അത് തന്നെയാണ് ആ ഇക്വേഷന്റെ റൂട്ടുകളുടെ എണ്ണം. അതായത് എക്സിന് ഇവിടെ എന്തുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷന് എക്സിന് 2 ഹയസ്റ്റ് പവർ, അതുകൊണ്ട് തന്നെ രണ്ട് റൂട്ടുകൾ ഉണ്ടായിരിക്കും. ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് റൂട്ടുകൾ ഉണ്ടായിരിക്കും. ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ എക്സിന്റെ പവർ 3 ആണ്, അവിടെ എക്സിന് 3 വാല്യൂസ് ഉണ്ടായിരിക്കും, 3 റൂട്ടുകൾ ഉണ്ടായിരിക്കും. നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടും സെയിം ആണെന്നാണ് പറയുന്നത്. രണ്ട് റൂട്ടുകളും സെയിം ആണ്. അതായത് ഇതിന്റെ റൂട്ട് ആൽഫ ബീറ്റ ആണെങ്കിൽ ഇതിന്റെ റൂട്ടും എന്ത് തന്നെയാണ്, ഇതിന്റെ റൂട്ടും ആൽഫയും ബീറ്റയും തന്നെയാണ്. ക്ലിയർ ആണല്ലോ, രണ്ട് റൂട്ടുകളും സെയിം ആണ്. എടാ, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് റൂട്ടുകളും പരസ്പരം സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ആ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഈക്വൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്നാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കുക, 4x² പ്ലസ് bx പ്ലസ് 3 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് ആൽഫ ബീറ്റ എന്ന് പറയുന്ന റൂട്ടുകളുണ്ട്. ഓക്കെ, അതിന്റെ എക്സിന്റെ വാല്യൂസ് ആൽഫയും ബീറ്റയുമാണ്. അല്ലെങ്കിൽ ആൽഫ ബീറ്റ എന്ന് പറയുന്ന വാല്യൂസ് എക്സിന് കൊടുത്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്, =0 കിട്ടും. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷനും, 8x² പ്ലസ് 4x പ്ലസ് c = 0 എന്ന് പറയുന്നതും. ഇതിന്റെ റൂട്ടുകൾ എന്ത് തന്നെയാണ്, ആൽഫയും ബീറ്റയുമാണ്. അതിനർത്ഥം എന്താണ്, ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും ഒരേ വാല്യൂസ് അല്ലെങ്കിൽ ഒരേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നെയാണ്. ഓക്കെ അല്ലേ? സോ മനസ്സിലാക്കുക, ഇവിടെ 4നെ 8 ആവാനായിട്ട് എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് തന്നെയായിരിക്കും BA 4 ആവാനും ചെയ്യുക. BA അതായത് മനസ്സിലാക്കുക, 4ന്റെ ഇരട്ടിയാണ് 8, അപ്പോൾ B യുടെ ഇരട്ടിയായിരിക്കും 4. B എത്രയാണ്? അപ്പോൾ B എന്ന് പറയുന്നത് 2 വരും. B എന്ന് പറയുന്നത് എന്ത് വന്നു? B എന്ന് പറയുന്നത് 2 വന്നു. അതുപോലെ തന്നെ 3ന്റെ ഇരട്ടിയായിരിക്കും C എന്ന് പറയുന്നത്. അപ്പൊ C എത്ര വരും? C എന്ന് പറയുന്നത് 6 വരും. C = what? 6. എന്താ ചോദിച്ചിരിക്കുന്നത്? B യുടെയും C യുടെയും വാല്യൂസ്. B എന്ന് പറയുന്നത് 2 ആണ്, C എന്ന് പറയുന്നത് 6 ആണ്. 2,6 ഓപ്ഷൻ D is റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടുകൾ സെയിം ആണെന്ന് പറഞ്ഞാൽ ആ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഈക്വൽ ആണ്. മനസ്സിലാക്കുക. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം, ഇതിൽ തന്നെ ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കുക, 5x² പ്ലസ് 3x മൈനസ് 2 = 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇതിന് രണ്ട് റൂട്ടുകളുണ്ട്. ഇതിനുള്ള രണ്ട് റൂട്ടുകളാണ് ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫയും ബീറ്റയും രണ്ട് റൂട്ടുകളാണ്. എക്സിന് ആൽഫയും ബീറ്റയും കൊടുത്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും, അല്ലെങ്കിൽ സൈൻ വരും, =0 വരും. ഞാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 10x² പ്ലസ് 6x മൈനസ് 4 = 0. ഇതിനുള്ളതും എന്ത് തന്നെയായിരിക്കും? ആൽഫയും ബീറ്റയും തന്നെയായിരിക്കും. മനസ്സിലാക്കുക. അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഈ ഇക്വേഷൻ കിട്ടി. 2 കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ചെയ്താൽ റൈറ്റ് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 2 എന്താണ്? 0 തന്നെയാണ്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിനെ 2 കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടും. റൈറ്റ് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ 0 തന്നെയായിരിക്കും. സോ ദീസ് 2 ഇക്വേഷൻസ് ആർ സെയിം. അതിന് രണ്ടിനും എന്ത് തന്നെയായിരിക്കും? ആൽഫ ബീറ്റ എന്ന് പറയുന്ന കോമൺ റൂട്ടുകൾ തന്നെയായിരിക്കും. മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? സോ ദ നെക്സ്റ്റ് വൺ, ഫാക്ടറൈസ് ദ പോളിനോമിയൽ. ഈ പോളിനോമിയലിനെ ഫാക്ടേഴ്സ് ആക്കണം. അതായത് 2 ടേം അല്ലെങ്കിൽ 2-ലധികം ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ആ ടേമുകളാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഓഫ് 2 ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. ഏതൊക്കെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ എഴുതാനായിട്ട് സാധിക്കും. സോ ഫോക്കസ് ഓൺ ദ ഇക്വേഷൻ ഫോക്കസ് ചെയ്യണം. ശ്രദ്ധിക്കണേ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് പറയാം x⁴. അതായത് ഇതിലെ ഏത് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്, അതാണ് ഇതിന്റെ ഫാക്ടേഴ്സിന്റെ എക്സ്പ്രഷൻ അല്ലെ. x⁴ ആണ്. ഇതിലെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁴ ആണ്. x² x² ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁴ തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്ത വാല്യൂ ഏതാണ്? അടുത്ത നമ്മൾ ചെക്ക് ചെയ്യുക, -10x². ഓക്കെ, -10x² കിട്ടുന്നത് ഏതിലാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാലോ. അതായത് ഇവിടെ വരിക x²
-4x -4x², -4 -4x² എന്താണ് -8x² ആണ്. നമുക്ക് 10x² വേണം. ഇതല്ല, ക്ലിയർ അല്ലേ? അതല്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അടുത്തെടുക്കുക. അടുത്ത എന്താണ് x² -3 -3x² 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 -6x² ആണ്. നമുക്ക് -10x² ആണ് വേണ്ടത്. നമുക്കറിയാം ഇവിടെ -2x -2x -2x² അല്ലെ, അതെന്ത് വരും -4x² വരും. അതല്ല, ഓപ്ഷൻ ഡി ആയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും. നോക്കിക്കോ, ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. നമുക്ക് എന്താ വരുന്നത് -5x² -5x² -10x² ഇവിടെ വരും. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. -10x² വരുന്ന ഒരേ ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ ഡി. അത് തന്നെയായിരിക്കും, ഇത് തന്നെയായിരിക്കും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെയായിരിക്കും നമുക്ക് ഈ പോളിനോമിയൽ വരുന്നത്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഇഫ് ദ സം ഓഫ് 3 നമ്പേഴ്സ് a + b + c യുടെ സം എന്ന് പറയുന്നത് എന്താണ്? തന്നിട്ടുണ്ട് a + b + c എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 ആണ്. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അറ്റ് എ ടൈം, 2 നമ്പേഴ്സ് അതായത് ab + bc + ac എന്ന് പറയുന്നത് എത്രയാണ്? -2 ആണ്. പ്രോഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എയും ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ a³ + b³ + c³ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. a³ + b³ + c³ -3abc എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതിലൊരു ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത് a + b + c ഇൻറ്റു എന്താണ് a + b + c ഹോൾ സ്ക്വയർ -3 ഇൻറ്റു ab + bc + ac എന്ന് പറയുന്ന ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് കാണേണ്ടത് a³ + b³ + c³ ആണ് അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. -3abc, abc എന്ന് പറയുമ്പോൾ 3 ആണ്. 3abc എന്ന് പറയുമ്പോൾ എത്രയായി മാറി? 9 ആയി മാറി. ഇസ് ഈക്വൽ ടു a + b + c എത്രയാണ്? 5 ആണല്ലോ. ഇൻറ്റു 5ന്റെ സ്ക്വയർ 25 -3 ഇൻറ്റു ab + bc + ac എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു -2 ആണ് വരുന്നത്. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ ഈ ബോക്സിനുള്ളിലുള്ള a³ + b³ + c³ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ -9 അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും? +9 വരും. അതായത് നമുക്കറിയാം 5 ഇൻറ്റു എന്ത് വരും? 25ഉം 6ഉം എത്ര വരും? 31 ആണ്. ഈ -9 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറി? +9 ആയി മാറി. 5 ഇൻറ്റു 31 പറയുമ്പോൾ 155 + 9 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 164 ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ NTPC എല്ലാം ഗ്രാജുവേറ്റ് ലെവലിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും, എക്സാമിന് ചോദിക്കും. പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 960. ഇഫ് സ്മോളർ ഓഫ് ദീസ് 2 ഇൻറ്റിജേഴ്സ് റെപ്രസെന്റഡ് ബൈ എക്സ്, ചെറിയ വാല്യൂ എക്സ് ആണ്, വലിയ വാല്യൂ കോൺസിക്യൂട്ടീവ് അല്ലേ. കോൺസിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് വരുന്നത് എക്സ് ആണ് ഒരു വാല്യൂ എങ്കിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? x+1 ആയിരിക്കും. സോ x ഇൻറ്റു x+1 എന്ന് പറയുന്നതാണ് അടുത്തടുത്ത് വരുന്ന സംഖ്യകളുടെ പ്രൊഡക്റ്റ്. അതെത്രയാണ്? 960 ആണ്. ഇതിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? x² + x, ഈ 960 ഇങ്ങോട്ട് വരാണെങ്കിൽ -960 ഇസ് ഈക്വൽ ടു 0. ഇതായിരിക്കും റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. ഒന്നുമില്ല ചെയ്യാനായിട്ട്, ഡയറക്റ്റ് ആ എക്സ്പ്രഷൻ എഴുതുക, ഇക്വേഷൻ ഫോം ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് ഉണ്ട്. x² + 3x + 2 is equal to 0, ax² + bx + c is equal to 0. ഹാവ് ദ ബോത്ത് റൂട്ട്സ് കോമൺ. യെസ്, 2 റൂട്ടുകളും കോമൺ ആണെങ്കിൽ ആ 2 ഇക്വേഷൻസും ഈക്വൽ ഇക്വേഷൻസ് ആണ്, ഒരേ ഇക്വേഷൻസ് ആണ് കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നോട്ട് ട്രൂ, തെറ്റായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം 2 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? x² + 3x + 2 is equal to 0 ഫസ്റ്റ് ഇക്വേഷൻ, ax² + bx + c is equal to 0 രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മൾ പറയാണ് ഈ 2 ഇക്വേഷൻസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഈ 2 ഇക്വേഷൻസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എയും എക്സിന്റെ കോഎഫിഷ്യന്റും സെയിം ആണ്, ബിയും എയും x² കോഎഫിഷ്യന്റും സെയിം ആണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ബിയും എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 3യും സെയിം ആണ്.
സിയും ടുവും സെയിം ആണോ എന്നുള്ള സെയിം ആണോ എന്നുള്ളതല്ല, സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, ബി എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് 3 ആണ്, സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ 2 ആണ്. ഈ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഇക്വേഷനും കറക്റ്റ് ആണ്, സാറ്റിസ്ഫൈ ചെയ്യാത്തത് തെറ്റാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 4a എന്ന് പറയുമ്പോൾ 4 ആണ്, മൈനസ് 2b എന്ന് പറയുമ്പോൾ 6 ആണ്, പ്ലസ് സി എന്ന് പറയുമ്പോൾ എത്രയാണ്, 2 ആണ്, ഇസ് ഈക്വൽ ടു 0 ആണോ? യെസ്, 0 ആണ്. സോ ഓപ്ഷൻ എ ശരിയാണ്. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഇതല്ല. ഓക്കെ അല്ലേ? രണ്ടാമത്തെ നോക്കാം. എ മൈനസ് ബി. എ എന്ന് പറയുമ്പോൾ 1 ആണ്, ബി എന്ന് പറയുമ്പോൾ എത്രയാണ്, 3 ആണ്. 1 മൈനസ് 3 മൈനസ് 2 ആണ്, പ്ലസ് 2 കൂടെ ആഡ് ചെയ്താൽ 0 ആണ്. അപ്പോൾ എന്താണ്, ഇത് ശരിയാണ്. ഓപ്ഷൻ ഇതല്ല. മൂന്നാമത്തെ 4a എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം 4 ഇസ് ഈക്വൽ ടു 2c എന്ന് പറയുമ്പോൾ 4 ആണ്, പ്ലസ് 2b എന്ന് പറയുമ്പോൾ 6 ആണ്. ഇത് തെറ്റാണ്, നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എയും കൂടെ നോക്കിക്കോ, എത്രയാണ്, 1 പ്ലസ് 2 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 3 തന്നെയാണ്. ഇത് ശരിയാണ്. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് റൂട്ടുകളും സെയിം ആണെന്ന് പറഞ്ഞാൽ ആ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈക്വൽ ഇക്വേഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതിന്റെ കോഎഫിഷ്യന്റുകൾ ഏതെങ്കിലുമൊക്കെ മൾട്ടിപ്പിൾ ആയിരിക്കാം, പക്ഷെ ഈക്വൽ ഇക്വേഷൻസ് ആണെന്നുള്ള കോൺസെപ്റ്റ് ഓർത്തു വെക്കണം. സോ ദ നെക്സ്റ്റ് വൺ, ഇഫ് ദ പോളിനോമിയൽസ് ആർ ഗിവൺ, രണ്ട് പോളിനോമിയൽ ഉണ്ട്, ലീവ്സ് എ സെയിം റിമൈൻഡർ ബൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഒരു സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കൊണ്ട്, ഒരു പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് പോളിനോമിയലും സെയിം റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം റിമൈൻഡർ തിയറി പ്രകാരം എന്താണ്, ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസർ ആയിട്ടുള്ള എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്താണ്, 2 ആണ്. ഈ എക്സ് എന്ന് പറയുന്ന 2 നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, റിമൈൻഡർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? റിമൈൻഡർ കിട്ടും. ഡിവൈസറിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ ആ പോളിനോമിയലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, ഈ പോളിനോമിയലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ കിട്ടും. അതാണ് റിമൈൻഡർ തിയറം എന്ന് പറയുന്നത്. സോ എന്താണ് വരുന്നത്, അതായത് രണ്ടിനും ഒരേ റിമൈൻഡർ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, രണ്ടിലും നമുക്ക് എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കാം. എക്സിന് 2 കൊടുക്കാമല്ലോ. എക്സിന് 2 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എക്സിന് നമ്മൾ 2 കൊടുക്കുകയാണ് ഫസ്റ്റ് ഇക്വേഷനിൽ. അപ്പം എന്ത് വരും, എ ഇൻറ്റു 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ആണെന്ന് നമുക്കറിയാം. 8a എന്ന് നമുക്ക് എഴുതാം. ഇതിന് 8a എന്ന് എഴുതി കഴിഞ്ഞാൽ 8a അല്ലെ, 8a പ്ലസ് 4x സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന് 2 ആണ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം എന്ത് വരും, 16 വരും. പ്ലസ് 3 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 6 വരും, മൈനസ് 4. ഇതാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു, ഈ റിമൈൻഡർ തന്നെയാണ് ഈ പോളിനോമിയലിനുള്ളത് അല്ലെ. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 8 മൈനസ് 14 പ്ലസ് എ എന്ന് പറയുന്ന ഇത് രണ്ടും റിമൈൻഡേഴ്സ് ആണ്. അതായത് ഈ പോളിനോമിയലിനെ എക്സ് മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പോളിനോമിയലിനെ എക്സ് മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ് ഇതെന്ന് പറയുന്നത്. ഈ രണ്ട് റിമൈൻഡറുകളും സെയിം ആണെന്ന് പറയുന്നത്. സെയിം റിമൈൻഡർ ആണെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്, ശ്രദ്ധിച്ചോ. നമുക്കറിയാം 16 അതുപോലെ തന്നെ 6 മൈനസ് 4 എന്ന് പറയുമ്പോൾ 2 ആണ്. ഇവിടെ 18 വന്നു. 18 വന്നല്ലോ. 8a പ്ലസ് 18 ഇസ് ഈക്വൽ ടു 8 മൈനസ് 14 എന്ന് പറയുമ്പോൾ എത്രയാണ്, മൈനസ് 6 ആണ് അല്ലെ. മൈനസ് 6 വരും പ്ലസ് എ. ഓക്കെ അല്ലേ? എയിനെ നമ്മൾ ഇവിടേക്ക് കൊടുത്താൽ എന്ത് വരും, 7a വരും. 7a ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടാൽ എന്ത് വരും, മൈനസ് 24 വരും. സോ ദ ആൻസർ ഈസ് വാട്ട്, എ ഇസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് 24 ഡിവൈഡഡ് ബൈ 7 ആയിരിക്കും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു റിസൾട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് പല ഷിഫ്റ്റുകളിലും NTPC ഗ്രാജുവേറ്റ് ലെവലിന് ഈ നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. സോ അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഓൾജിബ്രയുടെ മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള സാധാരണ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഭൂരിഭാഗം പേർക്കും ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷെ എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ ലോക്കായി പോകുന്ന ചില വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ വെറൈറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടുന്ന പോലെ നമുക്ക് ആൻസർ കിട്ടിയിട്ട് കാര്യമില്ല.
അല്ലെങ്കിൽ എല്ലാവരും ശരിയാക്കുന്നത് നമ്മൾ ശരിയാക്കണം. അതിനോട് കൂടെ തന്നെ അധികം ആർക്കും ശരിയാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിയാക്കുമ്പോഴാണ് നമുക്ക് റാങ്കും മാർക്കും കൂടുതലായിട്ട് മുന്നിലോട്ട് വരിക. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അതാണ് നമ്മുടെ റാങ്കും നമ്മുടെ സെലക്ഷനും തീരുമാനിക്കുന്നത്. അത് ചെയ്യുന്നവർക്കാണ് സെലക്ഷൻ ഉള്ളൂ, അത് ചെയ്യുന്നവരാണ് സർവീസിലുള്ളൂ. സോ ഫോക്കസ് ഓൺ ഗുഡ് ലെവൽ ക്വസ്റ്റ്യൻസ്, ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്, അത് ചെയ്യണം കേട്ടോ. സോ ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാത്സ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ടെലഗ്രാമിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് ഈ നോട്ട് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി വരുന്നുണ്ടായിരിക്കുക. എല്ലാ ടോപ്പിക്കിലും ചെയ്യണം എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇനി ഏതൊക്കെ ടോപ്പിക്കുകളുടെ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടൊന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. താങ്ക് യു, ബൈ.